സ്വന്തമായി വീടോ വീട്ടുകാരോ ഇല്ലാതെ ആശുപത്രി വളപ്പിലെ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ ജീവിതം തള്ളി നീക്കുകയാണ് 85 കഴിഞ്ഞ കുഞ്ഞപ്പൻ ചേട്ടൻ. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കരളലിയിപ്പിക്കുന്ന ഈ കാഴ്ച. ദുരിത ജീവിതത്തിലും കുഞ്ഞപ്പൻ ചേട്ടനെ വിട്ടുപോകാതെ ഓമനിച്ചു വളർത്തുന്ന നായ മാത്രമാണ് ഒപ്പമുള്ളത്. വയോധികരുടെ സംരക്ഷണത്തിനായി നിരവധി സർക്കാർ പദ്ധതികളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പരിധിക്ക് പുറത്ത് ദുരിത ജീവിതം നയിക്കുന്ന നിരവധി പേർ ഇപ്പോഴുമുണ്ട്. അവരിൽ ഒരാളാണ് നേര്യമംഗലത്തെ കുഞ്ഞപ്പൻ ചേട്ടൻ. കയറിക്കിടക്കാൻ വീടോ പരിചരിക്കാൻ വീട്ടുകാരോ 85 വയസ്സിലധികം പ്രായമുള്ള ഇദ്ദേഹത്തിനില്ല. ആകെയുള്ളത് ഓമനിച്ചു വളർത്തിയ നായ മാത്രം. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നേര്യമംഗലത്ത് റോഡരികിൽ ചെറിയ കുടിൽ കെട്ടിയാണ് കുഞ്ഞപ്പൻ ചേട്ടൻ കഴിഞ്ഞിരുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ നിന്നും കുടിയിറക്കപ്പെട്ടു. അതോടെ സർക്കാർ ആശുപത്രി വളപ്പിൽ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലായി ജീവിതം. എൻ്റെ ചെറുപ്പം തൊട്ട് അദ്ദേഹത്തെ ഞാൻ കാണുന്നതാണ്. സ്ഥലങ്ങളോ വീടോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന മകനായിരുന്നു. ആ മകൻ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇത് അധികാരികളുടെ മുന്നിലെത്തുമെന്നും ഇദ്ദേഹത്തിന് പൂർണ്ണ സംരക്ഷണം ലഭിക്കുമെന്നും ഉള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. രോഗവും ഓർമ്മക്കുറവും കുഞ്ഞപ്പൻ ചേട്ടനെ അലട്ടുന്നുണ്ട്. ഒന്ന് നിവർന്നു കിടക്കാൻ ഈ പ്ലാസ്റ്റിക് മറയ്ക്കുള്ളിൽ സ്ഥലമില്ല. കസേരയിൽ ഇരുന്നാണ് രാത്രി ഉറക്കം. മഴയായാലും കനത്ത വെയിലായാലും എല്ലാം ഒരുപോലെ അനുഭവിക്കും. ആരെങ്കിലും ഭക്ഷണം വാങ്ങി നൽകിയാൽ ആ ദിവസം വിശപ്പടക്കും, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കും. ഇടുക്കി കവലയ്ക്കായിട്ട് റോഡ് സൈഡിൽ വീട് വെച്ച് കെട്ടി താമസിക്കുമായിരുന്നു. ഇപ്പം റോഡിൻ്റെ പണി വന്നപ്പോൾ അദ്ദേഹത്തിനോട് അവിടെ നിന്ന് മാറണമെന്നും വീട് പണിത് തരാമെന്നും അതല്ലെങ്കിൽ പൈസയായിട്ട് തരാമെന്നും പറഞ്ഞാണ് അവരോട് മാറ്റിയേക്കണമെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ മരിച്ചുപോയി. മറ്റു ബന്ധുക്കളെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയില്ല. വേറെ ഒരു മകളുണ്ട്. മകള് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഇതിന് സംഭാവന കൊടുക്കണേ അതൊക്കെ വെച്ചാണ് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്വന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കുഞ്ഞപ്പൻ ചേട്ടന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും. അമൃത ന്യൂസ്, കൊച്ചി.